കൃത്യം പറയുകയാണെങ്കിൽ 2 മാസം ഒരു ദിവസമായിക്കണേ നമ്മളെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ചില സാങ്കേതിക കാരണത്താൽ അല്ലേ, അതന്നെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ചങ്ങാതിൻ്റെ അയക്കുന്ന ഇപ്പോൾ പുതിയൊരു വിവോൻ്റെ V30 എടുത്ത് വന്നുകൊണ്ട് അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയതാണ്. സംഗതി ഇപ്പോൾ വിവോൻ്റെ V30 ഇറങ്ങിയിട്ട് കുറേ കാലമായിക്കണ് പറഞ്ഞാൽ റിവ്യൂ ഒക്കെ നിങ്ങൾ കേട്ട് മടുത്തിരിക്കുക കാരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വിവോൻ്റെ V30 ഒരു റിവ്യൂറ്റ് വരിക എന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടുന്നതിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ട് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാമെന്ന് വെച്ചുകൊണ്ട് വന്നതാണ്. ലുക്കിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ തള്ളാണെന്ന് വിചാരിച്ചരുത്. ലുക്കാണ് നമുക്കിതിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇതിൽ പറ്റിയത് ലുക്കാണ്. ബാക്ക് ലുക്ക്, മുമ്പ് ലുക്ക് പിന്നെയും പഴയമാരൊക്കെ തന്നെയാണ്. എന്നാലും ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ V27 V29 വരുമ്പോഴും V25 V27 വരുമ്പോഴൊക്കെ ലുക്ക് മാറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ലൈറ്റ് ഒന്ന് മേലക്കാക്കുക അല്ലെങ്കിൽ താഴേക്കാക്കുക, ക്യാമറ ഒന്ന് സൈഡിലേക്ക് മാറ്റുക, അങ്ങനെയൊക്കെ ആക്കിയിട്ട് അതങ്ങനെ വരാണ്. ഇനി V30 വന്നപ്പോൾ സംഗതി ലൈറ്റും ക്യാമറ അങ്ങോട്ടും മാറ്റിക്കാണെങ്കിലും അത് ഒരു മട്ടത്തിൽ ചെയ്ത് വെച്ചിരിക്കണം. അതതിൻ്റെ ആ ചേലും മട്ടത്തിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ ഓരോ സീരീസിലും ലുക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഫലം തന്നെ കാരണം വിവോ V30 നല്ലൊരു ലുക്കായിട്ട് കിട്ടിയ സംഗതി ഏതായാലും നൈസായിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ, ആഹാ എന്താ ഒരു ഡിസ്പ്ലേ. പണ്ടൊക്കെ സാംസങ് ഇനി ഇപ്പോൾ വേറെ കമ്പനികളുണ്ടെങ്കിലും വിവോക്ക് ഒന്നും കൂടി കൂടുതൽ അതിൻ്റെ ഒരു സംഗതി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് വിവോനെ കെട്ട് പുകയത്തി മറിച്ച് വലത്തി പോയി ഇങ്ങനെ വന്നതല്ല, നമ്മളുള്ള പോലെ പറയാം, നമുക്ക് തോന്നിയേ പറയാം. നമ്മൾ തോന്നിയ ചിലപ്പോൾ തെറ്റേ കാരണം നമുക്കൊണ്ട് കണ്ടാൽ എടുത്തുകൊണ്ട് കീസിക്കിടാന്ന് തോന്നുന്ന ഐറ്റങ്ങളാണ് വിവോൻ്റെ V സീരീസിലും വിവോൻ്റെ X സീരീസിലൊക്കെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ നോക്കിയിട്ട് നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുതരാം. ആക്കണതിലൊരു ബൈക്ക് വീണ്, അതൊന്ന് എടുത്ത് നോക്കുക, നോക്കുക. ബൈക്ക് കുറച്ചുകൂടിയാണ്ട് മുമ്പ് നിൽക്കണം. അപ്പോൾ ഷട്ടർ സ്പീഡൊക്കെ കൂട്ടിയെടുക്കേണ്ടി വരും നേർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ക്യാമറ ഒരു ക്ലാരിറ്റി ഇതാണ്. ഇനി 2x ഇട്ടൊന്ന് എടുത്ത് നോക്കുക. അതിൻ്റെ ക്ലാരിറ്റി ഇതാണ്. സംഗതി നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. 2x പോർട്രേറ്റ് ഫോട്ടോ നമുക്ക് ഇതിലെടുക്കാൻ കഴിയും. അത് വല്ലാത്തൊരു കാര്യമാണ്. 2x എങ്കിലും കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സംഗതി 3x കൊടുക്കാനായിക്കണമെങ്കിലും 2x എങ്കിലും കൊടുക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അപ്പോൾ ഈ കാണുന്ന ഈ ഗ്രില്ലിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, ഇത് നല്ലതിൻ്റെ പെർഫോമൻസ് അറിയണേ. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ കറക്റ്റായിട്ട് കിട്ടി നമുക്ക് നല്ലൊരു ഫോട്ടോ. എയിലതെടുത്ത് എന്ന് ചോദിച്ചതിന് അടുത്തുള്ളൊരു ഫോട്ടോ നമുക്ക് കിട്ടും. എയിലതെടുത്തിക്കണമെന്നുള്ളത് പോസിറ്റീവായിട്ടാട്ടോ ചോദിച്ചാൽ, അല്ലാതെ എയിലെങ്ങനെ ഇതെടുത്ത് അങ്ങനെയല്ല. പിന്നെ ഇപ്പോൾ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ ഒക്കെ സാമ്പിൾസ് എന്താ കാണിച്ചാത്തതെന്ന് ചോദിച്ചാൽ നമ്മളിതുവരെ ഇതിലൊരു മനുഷ്യ ഫോട്ടോ കാണിക്കാത്തതുകൊണ്ട് തൽക്കാലം എപ്പോഴും കാണിക്കണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. പിന്നെ വീഡിയോയിലും നമുക്ക് എന്താക്കുക, പോർട്രേറ്റ് വീഡിയോ ഒക്കെ എടുക്കാം. ഇവിടെ ഈ സൈഡിലുള്ള ആ സാധനം നോക്കി കൊടുത്തുകൊണ്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ മുമ്പത്തെ ക്യാമറയിലാണെങ്കിലും ബാക്കത്തെ ക്യാമറയിലാണെങ്കിലും 4K വീഡിയോസ് ഉണ്ട്. അതല്ലൊരു കാര്യമായി പോയെങ്കിലും പിന്നെ രണ്ടിലും 30 FPS കിട്ടണുള്ളൂ എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ലൊരു ഫോണിൽ അങ്ങനെ കൊടുത്താൽ പോരായിരുന്നു വിവോ. പിന്നെ ഇപ്പം എന്താ കുറേ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെന്താ കുറേ നേരം കളിച്ചാൽ 5000 mAh ബാറ്ററി കൊടുത്തണല്ലോ, 80 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പെട്ടെന്ന് ചാർജ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വരാനുള്ളതൊക്കെ എന്തെങ്കിലും വൈക്കത്ത് അങ്ങാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു 7 Gen 3 പറഞ്ഞ ഉസാറ് പ്രൊസസ്സറും കൊടുത്തേക്കണ്. പിന്നെ ഇപ്പം എന്തെങ്കിലും ആണതീക്ക് നല്ല പ്രൊസസ്സറായി, നല്ല ക്യാമറയായി, നല്ല ബാറ്ററിയായി, നല്ല ചാർജറായി. പിന്നെ തന്നെ എല്ലായിടത്തേക്കും പൊളിച്ചാൽ പൈസ കയറ്റിയാൽ മതി എന്ന് മാത്രം.